മലയാളത്തിൽ നിന്ന് ഒരു എ റേറ്റഡ് പടം വന്നിട്ടുണ്ട്. എ റേറ്റഡ് പറയുമ്പോ വയലൻസ് 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 ബ്ലഡ് ബാത്തും പരിപാടിയൊക്കെ ആയിട്ട്. അന്ധകാര ഈ സിനിമയുടെ പേര് അവര് തെറ്റിയിട്ടാണ് ഇട്ടത്. അവരാധ അതായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള ടൈറ്റിൽ. നമ്മുടെ ചന്തുനാഥ്, അതേപോലെ തന്നെ ധീരജ് ഡെനി, കർണൻ, നെപ്പോളിയൻ ഭഗത് സിംഗ് അതിന്റെ നായകൻ, ദിവ്യ പിള്ള, അതേപോലെ തന്നെ പാകിസ്ഥാനിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സ്വീറ്റ് ആണ്, ലഡു ആണ്, ജിലേബി ആണ്, അലുവയാണ് എന്നൊക്കെ ഒരു കൊച്ചു പറഞ്ഞായിരുന്നു. ആ കൊച്ചൊക്കെ അഭിനയിച്ച പടമാണ്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ചന്തുനാഥിന്റെ പടമായിട്ട് മാത്രമാണ് ഞാൻ കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ. പക്ഷെ സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം ഇപ്പൊ മനോരമ മാക്സിന് പഠിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ബ്ലഡ് ബാത്ത് പറഞ്ഞിട്ട് എ റേറ്റഡ് ടൈറ്റിൽ കൊടുത്താലൊന്നും മാർക്കോ ആവില്ല. ഇത് അവരാധ, അത് മാർക്കോ, വ്യത്യാസമുണ്ട്. സോ കുറെ എണ്ണത്തിന് കള്ളു കുടിക്കാനും അതേപോലെ തന്നെ സിഗരറ്റ് വലിക്കാനും വേണ്ടി മാത്രം ഇറക്കിയ ഒരു പടം. 2024 എന്തോ റിലീസായ സിനിമയാണ് ഇത്. ചന്തുനാഥൊക്കെ സൈഡ് മെയിൻ ആള് ദിവ്യ പിള്ളയാണ്. നോൺ ലീനിയർ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് പിടിച്ചിരിക്കുന്നത്. ആദ്യം ക്ലൈമാക്സ് കാണിക്കും, പിന്നെ അങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകും. അതിന് നോൺ ലീനിയാരിറ്റി പിടിക്കുന്ന എവിടെയാണ്? സൂട്ട് കേസ് മേടിക്കുമ്പോൾ നോൺ ലീനിയാരിറ്റി, ചായ കുടിക്കുമ്പോൾ നോൺ ലീനിയാരിറ്റി, സിഗരറ്റ് വലിക്കുമ്പോൾ നോൺ ലീനിയാരിറ്റി. ദിവ്യ പിള്ള ഇതിൽ ഡബിളിഷ് ക്യാരക്ടറാണ്. പക്ഷെ കണ്ട ക്യൂട്ടായിട്ടാ തോന്നുന്നത്. ദിവ്യ പിള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എയ്സ് പറഞ്ഞ വിജയ് സേതുപതിയുടെ പടം കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കിഡു ക്യാരക്ടർ ആയിരുന്നു. ഇതിലൊരു പെർഫോമൻസ് ഉണ്ട്, മെജിക്കൽ മിറാക്കിൾ, എജാതി പെർഫോമൻസ്. കടമറ്റത്ത് കത്തനാറില്, കല്യാങ്കാട്ട് നീലി, അല്ലെങ്കിൽ മറ്റേ രക്തരക്ഷസ്, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. സിനിമയ്ക്കൊന്നും പറ്റില്ല, സീരിയലിന് ഓക്കെയാണ്. ഈ പെർഫോമൻസ് കണ്ട് ചിരിച്ച് പണ്ടാറടങ്ങി. അജാതി പെർഫോമൻസ്. ഓരോ മറ്റേ സട്ടിലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ചിരിച്ച് ചാവും. ഇതൊക്കെ വല്ല ആൻഡ്രിയൊക്കെ ചെയ്തിട്ട് വെച്ചാ കിടുവായനെ, ലിറ്ററലി പറയണ അത് കിടുവായനെ. പക്ഷെ എന്തായാലും മുങ്ങാൻ പോണ കപ്പലിൽ ബർഗർ അടിച്ചാൽ മതി, ഏഷ്യൻ പെയിന്റ്സ് അടിച്ചാൽ മതി. വേറൊരു ക്യാരക്ടർ ഉണ്ട് ഇതിൽ, അരവിന്ദേട്ടൻ. ഏത് നേരം ഭാര്യ അരവിന്ദേട്ട ഒരു പ്രഗ്നൻസി കിറ്റ്. ഇത് തന്നെ ആ കൊച്ചിന് പറയാനുള്ളൂ. എന്റെ പൊന്നു ചേച്ചി, ഞാൻ ഒരു 10 എണ്ണം മേടിച്ചു തരാം, എന്നെങ്കിലും വായടച്ചിരിക്കുമെന്ന് വെറുപ്പിച്ചിട്ടുണ്ട്. അരവിന്ദേട്ട ഐലർ മാസ് ആള് മറ്റേ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ട് തോന്നുന്നു. ആളെ ഇടയ്ക്ക് നൊണ്ടിയാണെന്നാണ് പറയുന്നത്. നൊണ്ടിയിട്ടാ നടക്കുന്നത്, കാലിൽ എന്തോ വയ്യായി ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കാലിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കയ്യിൽ നിന്ന് ആരോ 1.5 ലക്ഷം രൂപ അടിച്ചിട്ട് പോകുമ്പോ ഇങ്ങനെ കാലിന് പ്രശ്നമില്ല വെച്ചാൽ ഇങ്ങനെ ഓടുകയല്ലേ ചെയ്യുക. ഇങ്ങനെ നൊണ്ടും. എന്താ ചോദിച്ചപ്പോ സിമ്പതി കിട്ടാനാണ് ഇത്ര. എന്നിട്ട് കളരിയൊക്കെയാണല്ലോ, പോയിട്ട് എല്ലാത്തിനും അടിച്ചിടാൻ വേണ്ടി പോകും. അവരെ എല്ലാവരെയും തല്ലുകൊണ്ടിട്ട് അവിടെ കിടന്ന് അലറും. മാസ് തന്നെ അണ്ണ മാസ് തന്നെ. മാസിന് പുതിയ പേര് അരവിന്ദേട്ടൻ. ചന്തുനാഥ് കൊടുത്ത റോള് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ചന്തുനാഥ് കിഡു ആക്ടറാണ്. അങ്ങേരെ മലയാളം ഇൻഡസ്ട്രി പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അങ്ങേർക്ക് പ്രോപ്പറായിട്ട് സിനിമ മറ്റേ തെരഞ്ഞെടുക്കാനും അറിയില്ല. എന്റെ പൊന്നാണ്, നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് ഇതൊക്കെ കണ്ടത്. ധീരജ് ഡെനി അണ്ണൻ. പിന്നെ അംബുജ സിമെന്റിന്റെ വീണ്ടും ഫ്രീ പ്രൊമോഷൻ. 10,000 കിലോന്റെ ഒരു അംബുജ സിമെന്റ് എടുത്തിട്ട് നടുപ്പുറത്ത് വെച്ചിട്ട് പറയാം, നടക്ക് ആ ഒരു ബിൽഡിംഗ് കയറി പോകും 10 നിലയുടെ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആൾക്കൊന്നും പുൾ ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല. മാസ് ക്യാരക്ടറാണ്, കുറച്ച് മാസ് അപ്പീലൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. കളാക്കിയിട്ട് തന്നെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിലുണ്ട് ദിവ്യ പിള്ളേനെ 100 കുത്തിയാലും ദിവ്യ പിള്ള ചാവില്ല. അരവിന്ദേട്ടനെ 10,000 കുത്തിയാലും അരവിന്ദേട്ടനും ചാവില്ല. സൂപ്പർമാന്റെ ആരെങ്കിലും ആണ് തോന്നുന്നു. ഇത് കാണണ്ടെന്ന് പലരും എന്റെ അടുത്ത് പറഞ്ഞു. സ്റ്റിൽ ഐ വാച്ച് ഇറ്റ് ഫോർ യു ചന്തുനാഥ്. പക്ഷെ ഞാൻ ഇപ്പൊ അത് റിഗ്രറ്റ് ചെയ്യണു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മറ്റേ നമ്മുടെ പാകിസ്ഥാനി ഫ്രണ്ട് ലഡു, സ്വീറ്റ് ആണ്, ജിലേബിയാണ് പറഞ്ഞ ചേച്ചി ഇതില് വളരെ ബോറായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ആൾക്കൊന്നും പെർഫോം ചെയ്യാനില്ല. ഒരു പരട്ട പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ സിനിമ കണ്ടത് എന്തിനാണ് എന്നാണ് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോ തോന്നി. കുറെ ബ്ലഡ് ബാത്ത് പറഞ്ഞിട്ട് പന്നിക്കൂട്ടത്തിനെ കാണിച്ചാലൊന്നും ആൾക്കാർക്ക് തോന്നില്ല. മാർക്കോ സിനിമ കണ്ടിട്ട് ലിറ്ററലി ആ മറ്റേ ടുവേർഡ്സ് എൻഡ് മറ്റേ അങ്ങേര് വരില്ലേ, വില്ലൻ വരില്ലേ, ആ സീനൊക്കെ നമ്മൾ ഞെട്ടിയിട്ട് കണ്ണ് പൊത്തിണ്ട്. അതാണ് വയലൻസ്. അല്ലാത്തത് അറിയില്ലെങ്കിൽ വയലൻസ് പടം എടുക്കാൻ നിൽക്കരുത്. ചിലവർക്ക് ഇതൊക്കെ വൻ പടമായിട്ട് തോന്നും, കിടു പടമായിട്ട് തോന്നും. എനിക്ക് ഞാൻ പറഞ്ഞില്ല, അവരാധ ആയിട്ടാ തോന്നിയത്. അവരാധ പാർട്ട് 2 വരുന്നുണ്ട്. സോ വേണ്ടവർ കണ്ട് സായുജ്യം അടയാം.